ഗൈസ് ഞങ്ങളിപ്പോൾ വയനാടാണ്. വയനാട്ടിലെ വൈത്തിരിയിലാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. കാപ്പിത്തോട്ടങ്ങൾക്ക് നടുക്കൂടെ ഞാൻ പോണോ? കഴുകിട്ട് പോയാ പുലി പിടിക്കോ? അതായത് പുഴയില നമ്മള് ബ്രഷ് കഴുകുന്നത്. ഉറപ്പാണ്. ഒരു പ്ലാവൊക്കെ ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി അല്ല, ഇന്ന് വെളുപ്പിന് 4 മണിയൊക്കെ ആയപ്പോഴാണ് ബാക്കി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയത്. ഇനിയിപ്പം ഇന്ന് കല്യാണത്തിൻ്റെ റിസപ്ഷനാണെന്ന് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം. കല്യാണം ഓൾറെഡി കോട്ടയത്ത് വെച്ചിട്ട് നടന്നായിരുന്നു. അപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പം ഉച്ചവരെ വൈകുന്നേരം വരെ നമുക്കിവിടെ ടൈമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒളിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ബാ പോയി നോക്കാം. വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ഇത് എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാക്കി. വീടിനൊരു സെറ്റപ്പിലിട്ടാണിട്ട് നിങ്ങൾ ഇതുവരെ വീടെത്തിയില്ലേ? സബീനെ നീ വിളിച്ചിട്ട് വന്നാണ് അവൻ. ഇവന്മാരുണ്ടല്ലോ, ഇന്നലെ 4 മണിക്ക് എത്തി. ഞാൻ ഇവിടെ 9:30 എത്തി രാത്രി. ഞങ്ങള് ബുക്ക് ചെയ്ത കോട്ടേജ് രാത്രി. അയ്യോ, ഞാൻ ഷൂട്ട് ഇനി അപ്പുറത്തുണ്ടാ. ഇതാടാ പൊട്ടാ ആഴെ. അവ ഉള്ളോണ്ട് തുറന്നെങ്കിലും തന്നാരെങ്കിലും. ഇതാടാ തുറന്ന വെള്ളം വരും. നല്ല വെള്ളമാണോ എന്നൊക്കെ നോക്കിയാ. എനിക്ക് വഴിയുണ്ടെന്നാണ് വാടാ. വരുന്നില്ലേ ഭക്ഷണമായിട്ട് മൂഞ്ചി. ഭാഗ്യവതി ഫസ്റ്റ് നൈറ്റിന്റെ കാർ ബെൻസിന്റെ ഫസ്റ്റ് നൈറ്റ് പറയണല്ലേ. അവള് വച്ചില്ലെങ്കിൽ ഒരു സെക്കൻഡ് വച്ചാ അവള് വച്ചാ കഴുകോട്ടെ. കഴിയണ്ട. ഈ മണ്ടം പറഞ്ഞ് ഇതിന്റെ പുറകിൽ എവിടെയോ പുഴയുണ്ടെന്ന് പറഞ്ഞു. കാപ്പിത്തോട്ടങ്ങൾക്ക് നടുക്കൂടെ അതെ, ഇതിന്റെ ഇടയ്ക്കൂടെ പോയാലേതോ പുഴയുണ്ടെന്ന് പറഞ്ഞു. പോകോ, ഞാൻ പോണോ? കഴുകിട്ട് പോയാ പുലി പിടിക്കോ? അതായത് പുഴയില നമ്മള് ബ്രഷ് കഴുകുന്നത്. ഉറപ്പാണ്. പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ? അത് ശരി, ഒരു അനക്കം പോലും ഇല്ല. എന്റെ മോനെ, ഇതിനകത്തെങ്ങനെ നമ്മള് പല്ല് കർത്താവ് രാജവമ്പാരം ഉണ്ടാവും ഇവിടെ. ഒഴുക്കില്ലാത്ത വെള്ളടാ അല്ലേ? നീ ഷൂട്ട് ചെയ്യണേ. നല്ല രസമുള്ളൂ. എന്തോ കടിച്ച് ഇവിടെ എന്തോ പരിപാടി കാണിക്കുന്നത്. എന്താന്നറിയില്ല. പ്രകൃതിയെ നശിപ്പിക്കുന്നവൻ അതാ കരിക്കുന്നു.
വളി കിട്ടി, പക്ഷെ പുഴ കിട്ടണ്ടേ? അയ്യോ, ഇതെന്താണ് ഇത്? പിന്നെ ബ്യൂട്ടിഫുൾ സൺറൈസ്. ഇവിടുന്ന് വേണം പല്ലെന്ന് വെച്ച് കഴുകി ഡ്രസ്സും കഴുകി പോവാൻ. ഒന്നാമത് ഇത് ഈ കല്ലുണ്ടെങ്കിലേ ഇത് സെറ്റ് ആവുള്ളൂ. ഇത് മൊത്തം ചെളിയാ. ഒഴുക്കൊണ്ടെന്നേ ഉള്ളു, മാത്രം വെള്ളമാണ്. ചെളി അതിനകത്ത്. എന്നിട്ടാണ് വൃത്തിയായിട്ട് എൻ്റെ കൂടെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞത്. ചെളി കുളിക്കാം. വൃത്തിയുണ്ടോ? ഇയാളാ 2 ഇലയെ പിടിച്ചിട്ടാണ് തൂക്കി വീഡിയോ. ഇതെന്തോ പ്രാചീനമായ മരമാണ്, പക്ഷെ ഇതെന്താന്ന് എനിക്കറിയില്ല. ഇതെന്താന്ന് എനിക്കറിയാം. ഇത് കാപ്പി. ഇതാ കാപ്പിക്കുരു. കണ്ടിട്ടില്ലാത്തൊരു കാപ്പിക്കുരു കാണിച്ചു കൊടുക്കാം. ഇഷ്ടം പോലെ ഉണ്ട്. പറിച്ചു കളഞ്ഞാൽ പറയും നമ്മളിത് മൊത്തം പറിച്ചു കളഞ്ഞു. ഇതാണ് കാപ്പിക്കുരു. അപ്പം പറിച്ചു കളയുന്നു. ഈ സാധനം ഇപ്പൊ പച്ച പഴുത്ത കാപ്പിക്കുരു താഴെ എങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, പഴുക്കാനായില്ല. ഇത് മറ്റേ മരപ്പട്ടി തിന്നിട്ട് അപ്പിടുമ്പോ അതിനകത്ത് എടുക്കുമ്പോഴത്തേക്കാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പിയാവുന്നത്. അതിന്റെ പേരായിരുന്നു എന്തോ ലുക്കാലിയോ, എന്തൊരു പേരാ. ഇനി മറ്റേ ഇവിടെയൊക്കെ മരപ്പട്ടി തിന്നകത്ത് ഇവൻ കഴിച്ചിട്ടിടും. നോർമലി നമ്മള് ഇത് പഴുത്ത് കഴിയുമ്പം ഇത് ഉണക്കിയിട്ട് അതൊന്നും അല്ല, പിന്നെ ഇതന്നെ. ഇത് ഇതാണോ കാപ്പിക്കുരു? കുരുവല്ലേ ഇത്? എന്റെ കുരുവെല്ലാം ചടിപ്പാണ്. കുരുവല്ലേ ഇത്? അപ്പം അത് പഴുത്ത് ഉണക്കി പൊടിച്ചിട്ടാണ് കാപ്പി ഉണ്ടാക്കുന്നത്. ഈ മഞ്ഞപ്പൂക്കൾ ഈ മഞ്ഞപ്പൂക്കൾ എന്താണ്? ഇത് നമ്മുടെ നാട്ടില് കമ്മൽപ്പൂ എന്നാണ് അതിന് പറയുന്നത്. കമ്മൽപ്പൂ. നിന്റെ നാട്ടിലോ? ഞങ്ങളുടെ നാട്ടില് കമ്മൽപ്പൂ എന്നാ പറയുന്നത്. ഇത് മോള. ഇപ്പം പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ. ഇത് ഈറ്റയാണോ മുളയാണോ? ഇത് ഈറ്റയാണോ മുളയാണോ എന്ന് ചോദിച്ചാൽ മുള എന്നാണ് എനിക്കറിയാവുന്നത്. മുളയായിരിക്കും. കൊറേ ടൈപ്പ് മുളയുണ്ട്. അതെ, മുളയെ പറ്റി പറയാം. കയ്യില് ബ്രഷ് വരെ ഉണ്ട് മുളയുടെ. മുള ഇതിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. കാണിച്ച അതിന്റെ പേര് കാണിച്ച്. ഇത് കമ്പനിയുടെ പേര് ടെൻഡഗ്രാം. അതിപ്പോ പ്രൊമോട്ട് ചെയ്യണ്ട. ഞാൻ കോൾഗേറ്റിന്റെ ബ്രഷാണ്. ഇത് ടെൻഡഗ്രാമിന്റെ ആടാണ് അവരുടെ. ഞാൻ കോൾഗേറ്റിന്റെ ബ്രഷാണ്, പക്ഷെ ഇന്ന് നമ്മൾ ഇതിട്ട് വൈറലായാൽ ടെൻഡഗ്രാമിലേക്ക് മാറുന്നതായിരിക്കും. അത് ഇവ സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. മൊത്തം കാപ്പി കേട്ടാ, കാപ്പി. കാപ്പി രാവിലെ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. അതെ, പുല്ല്. അയ്യോ, പുല്ലെന്നും പറഞ്ഞു. പുല്ലുണ്ടല്ലോ തറയിൽ. പുല്ല് ഇഷ്ടം, അതാ പറഞ്ഞേ. ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ നമ്മൾ പല്ല് തേക്കാൻ ആദ്യം വെള്ളം എടുത്തു തന്നെ വെള്ളം. അല്ല, ഇത് കഴുകണോ? അവസാനം പുഴവെള്ളം കിട്ടിയില്ല, പൈപ്പ് വെള്ളത്തിൽ നമ്മൾ പരിപാടി നടത്തിയിരിക്കുകയാണ്. മുഖമൊക്കെ കഴുകും. ഈ രീതിയിലാണ് കഴുകേണ്ടത്. ഒരു മുളയും കൊണ്ടുള്ള ഷെഡാണ്, പക്ഷേ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ടത് ശരിയായില്ല. ശരി, കച്ചിയൊക്കെ വരിയിടായിരുന്നു. അതിന് വരെ കച്ചി ഈ വീടിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതാണ് കോമഡി. ഈ സാധനം അതിൻ്റെ മുകളിൽ ഇടുമായിരുന്നെങ്കിലും നല്ല രസമാണ്. വരും.
നിർത്തണം. ഞങ്ങള് ചാടി അടുത്ത് ചാടി കുളിക്കണേ. വേറെ ആരെങ്കിലും ചോദിക്കണം ഗൂഗിളിലാണ് ഉടുക്കത്ത് കുഴി അടുക്കള ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ വീണന്. ഇവിടെ ഒന്നും തോന്നുന്നില്ല. കുറച്ച് എണ്ണയുണ്ട്, ചീട്ടുണ്ട് അടുക്കള. ചീട്ടിട്ട് കാപ്പിയോ ചായ ഇടാൻ പറ്റുമോ? പ്ലേറ്റ് ഉണ്ട്. ചായ ഇടാൻ പോയിട്ട് എടാ ഒരു സബ് വൂഫർ ഉണ്ടല്ലോ അവിടെ. എവിടെ? അതാ അതൊക്കെ ഉണ്ട്. തക്കാളി ദോശക്കല്ല്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ആരോ വാങ്ങിയിട്ടിട്ട് പോയതാ. നമുക്ക് കൊണ്ടുപോകാം. ഒരു കിലോ തക്കാളിക്ക് ഇപ്പൊ എന്താ വില? ഗ്യാസ് ഉണ്ട്, പക്ഷെ ചായപ്പൊടി ഗ്യാസും ഇതാ കാപ്പിപ്പൊടി. എവിടെ? അതാ ചായപ്പൊടിയാണോ? പക്ഷെ ചീത്തയാവില്ലല്ലേ? അത് പറയാൻ പറ്റൂല. ചായപ്പൊടി ചീത്ത അല്ല, അതിന്റെ ഉള്ളിൽ വല്ലതും കേറിയാലോ. 6,2020 കയറിയുണ്ട്. നമുക്ക് തട്ടിയിട്ട് നോക്കാം. പക്ഷെ പഞ്ചസാര ഇല്ല. ഇതാ പഞ്ചസാര. എവിടെ? ഇത് പഞ്ചസാര നിനക്കെന്നറിയാൻ? ഉപ്പാണ്. ഉപ്പും പഞ്ചസാര കണ്ട് തിരിച്ചറിയാത്ത പട്ടി വ്ളോഗറേ. വെള്ളക്കളർ കണ്ടപ്പോ ഞാൻ ഉപ്പ് ഇവിടെ ഫ്രിഡ്ജില്ലേ? ഫ്രിഡ്ജും ഇല്ല, ടി വി ഇല്ല. ഇന്നലെ അന്നപ്പോ ടി വി കാണാന്ന് വെച്ചോ, ടി വി ഇല്ല. ഇത് ഇവിടെ പണ്ട് ആരോ താമസിച്ചോണ്ടിരുന്ന വീടായിരുന്നു. പിന്നെ വീടാകുമ്പോ താമസം ഇതോടെ കാട് വെട്ടുന്ന മെഷീൻ. കാട് വെട്ടുന്ന മെഷീനൊക്കെ ഉണ്ട്. കാട് വെട്ടുന്ന മെഷീൻ എന്നാണ് നീ പറഞ്ഞത്. ഞാൻ കാപ്പിടുന്ന മെഷീൻ ഉണ്ടെന്നാണ് കേട്ടത്. ഞങ്ങളൊക്കെ തറവാടായിട്ട് ചീട്ട് കളിക്കുന്നത്. എനിക്ക് ഇത്തവണ ഓഫീസിൽ നിന്ന് ചീട്ട് കളിക്ക് പ്രൈസ് വരെ ഉണ്ടായിരുന്നു. 28 സെക്കൻഡ് പ്രൈസ്, റമ്മിക്ക് തേർഡ് പ്രൈസ്, പോലീസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് പ്രൈസ് റമ്മിക്ക്. ഗവൺമെന്റ് ഓഫീസിലാണ് റീക്രിയേഷൻ ക്ലബിന്റെ ഭാഗമായിട്ട് കളിച്ച കളിയാണ്. നീരെടുത്ത് ചെവിയിൽ വെച്ചോ, അല്ല മൂക്കിൽ വെച്ചോ. ഒരു തുള്ളിയുണ്ട്. അമ്മയ്ക്ക് തലവേദനയാണെന്ന് ട്രൈ അടിക്കാം. എന്തെല്ലാം കാണിച്ചില്ലെങ്കിൽ മണപ്പിച്ചാൽ മണം ഉണ്ടാകും. ജേഡി പിന്നെ കുറച്ച് ബാക്കിയുണ്ട്. ഒരു പെൻഡിങ് ജേഡി എടുക്കട്ടെ. കട്ടൻ ചായ എന്ന് പറഞ്ഞെടുക്കട്ടെ. നിങ്ങളെ വീഡിയോ ലൈവാ, എല്ലാം കാണുന്നുണ്ട്. ആ കൊച്ചിനെ നീ കൊല്ലല്ലേ, നീ തിരിച്ചു കൊടുക്കാറില്ല. ജംഗിൾ ഹോം അങ്ങനെ സംഭവം. രണ്ടവരൊക്കെ വിളിച്ചിട്ട് വന്നോളൂ. ഇങ്ങോട്ടെല്ലാം വലിയ മലയാണ്. കപ്പിത്തോട്ടം പരിപാടിക്ക് ഇങ്ങോട്ടെല്ലാം കാപ്പി. ഇതിലെയാണ് ഇന്നലെ രാത്രി വന്ന് മഴ പെയ്ത് മൊത്തം ചെളിക്കുളമായിരുന്നു. അല്ല, മഴ പെയ്തില്ല, നേരത്തെ പെയ്തതിൻ്റെ ചെളിയും കുളമൊക്കെയാണ്. ചെറിയൊരു തോട് പോകുന്നുണ്ട്. മൊത്തം കാപ്പിയാ, ഫുൾ കാപ്പി കൃഷിയാ. നല്ല ഏരിയ ഉള്ള ഇവിടെ വേറെ വീടുണ്ട്. ഇന്നലെ രാത്രി മാപ്പ് നോക്കി വന്ന് ഇവിടെ വരെ എത്തിയത്. ഇതിൻ്റെ മുന്നിലാണ് എത്തിയത്. കൊള്ളാം. ഈ വീടിൻ്റെ ഫ്രണ്ട് വരെയാണ് കാണിച്ച്.
അങ്ങോട്ട് ഫുള്ള് വാഴക്കൃഷിയാണ്. ഫുള്ള് ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് എന്നെനിക്കറിയില്ല. സൂക്ഷിച്ച് നോക്കിയേക്കാം. ഇതുകൊണ്ട് മീൻ കണ്ടോ കണ്ടോ, പരലും വാഴക്കവരെയും ഒക്കെ. തോട്ടിലിടാണ്ടിരുന്ന ഓ, നീ വീഡിയോ എടുക്കണം. ഇതാ നമ്മുടെ കഥാനായകൻ ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്ട്രീറ്റ് വൈബ് വ്യൂ. എടാ എതിരെ വണ്ടി വരണ നോക്കിയിടാ പാട്ടി. ഓ വാഴ 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 വാഴത്തോട്ടം. ഇവൻ കൊറേ വാഴകളുടെ നടുക്കൂടെ പോവുകയാണ്. തോട്ടം എന്ന് വെച്ചാൽ തോട്ടം. അതെ അതെ അതെ, ഇത് ഞങ്ങളുടെ നാട്ടിലെ ഓട്ടോറിക്ഷ. ചേട്ടാ ഫുഡാണോ? അല്ലല്ലേ, ആ ഇതിവിടത്തെ എന്ത് വലിയ കമ്പനിയാണ്. ഒരു അടിപൊളി വീട്. റിസോർട്ടൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഈ റിസോർട്ട് ഓർഡർ ചെയ്ത് തന്നെ. ഇത് റയറായിട്ട് കിട്ടുന്ന പൂവാ. ഇത് അടിപൊളി റിസോർട്ട്. ഇതൊന്നും എനിക്ക് അവ എടുത്തു തന്നില്ല. ഈ വഴി അവസാനിക്കുന്നിടത്തുള്ള തൻ്റെ ഇത് പശു എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ മാത്രമുള്ള. പോത്താണോ? സോറി, പോത്ത് കണ്ടില്ല, കാണാൻ പറ്റിയില്ല. നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്ന വിദേശത്തുള്ളവർക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടിട്ടാ അല്ലേ? അത് പക്ഷെ അവർക്ക് മലയാളം അറിഞ്ഞൂടല്ലോ. കണ്ടിട്ട് ഒന്നും ചെയ്യാനില്ല, പറയേണ്ട കാര്യമില്ല. ഇത് ടോട്ടലി ഇന്റർനാഷണൽ സ്റ്റഫ്. എടാ രാവിലെ കഞ്ചാവ് അടിച്ചെന്നൊക്കെ വിചാരിക്കും. ഇതാ പുഴ പുഴ. ഈ വൃത്തിയുടെ സാധനം ഇവിടെ ഇറങ്ങാൻ പറ്റും. സീനിലല്ലേ ഒഴുക്കുണ്ട്. അത് കാണാൻ പറ്റില്ല, സുഹൃത്തുക്കളെ. എടുക്കാൻ സമ്മതിച്ചില്ല. എന്റെ കൂടെ ഉള്ള സാധനത്തിന് ഇങ്ങനെ വണ്ടി പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണ്. നിനക്ക് എങ്ങോട്ടാ പോണെന്നെങ്കിലും അറിയോ ഇവിടുത്തെ? അല്ല ഇതെന്തരായിരിക്കും? ഇത് ഗാന്ധിഗ്രാം. ഇവിടെ പണ്ട് ഗാന്ധിജിയുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല സാധനങ്ങളൊക്കെ കിട്ടും. വെറൈറ്റി സാധനങ്ങൾ. ബ്രോ ജംഗ്ഷൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഒന്നുമില്ല, ഏതെങ്കിലും ഫുഡ് ചായ കുടിക്കാൻ പറ്റിയ. ആ ശരി, താങ്ക്സ്. ഏത് ജംഗ്ഷൻ? ടയറ് നന്നാക്കുന്ന സ്ഥലം. എടുത്തെന്ന് പറഞ്ഞ് കിട്ടിട്ടോ പെയിന്റിങ് ആണ്. നടത്തട്ടാ. ഇവിടെ ഹെൽമെറ്റ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് കൃക്കന്മാര്. ഇവിടെ ഒരു ചെറിയ ചായക്കട കിട്ടിയിട്ടുണ്ട്. നമുക്ക് രാവിലത്തെ ചായ ഞങ്ങളെ നാട്ടിൽ പഴംപൊരി ഇങ്ങനെയല്ല. എടോ നിന്റെ നാട്ടിൽ പഴംപൊരി ഇങ്ങനെ ആയിരിക്കും. അതിലൊന്നാണ് ഈ പഴംപൊരി. മാവ് ഡിഫറൻസ് ആണ്. അല്ല, എനിക്ക് ഒരു പഴംപൊരി തൽക്കാലം ഒരെണ്ണം തിന്നാ, ബാക്കി പിന്നെ എനിക്ക് പറഞ്ഞതാ. ആ ഈ കൊച്ചിനോട് ചോദിച്ചാൽ ഇവിടെ അടുത്ത്
ഇതും കൂടെ രണ്ടെണ്ണം ഒരെണ്ണം മതി. എനിക്കധികം വേണ്ട, നീ കഴിച്ചോ. കുറച്ച് കടി തന്നാൽ മതി. ഞങ്ങളുടെ നാട്ടിൽ ഇതിങ്ങനെ ഒരുമാതിരി വേറെ രീതിയിലായിരിക്കും. ട്രിവാൻഡ്രം ഭാഗത്ത് കോട്ടയം കണ്ടിട്ടില്ല പഴംപൊരി. ആ പറഞ്ഞോ. നമ്മളെന്താടാ ഇങ്ങനെ നടക്കുന്നേ? പോലീസുകാർക്കൊന്നും രാവിലെ ഒരു പണിയില്ല. നിന്റെ ഒടുക്കത്തെ കാർജല്ലായിരുന്നു. ഇതാണ് വിജൃംഭിച്ച പുഴ. ആ പെണ്ണ് കൊള്ളാല്ലേ, ഭയങ്കര ആക്റ്റീവ് അല്ലേ? ആ ഇങ്ങനെ വേണം പെൺപിള്ളേരായാലും. ആ ചെലവുണ്ട്. ആ വീഡിയോ വൈറലായാലേ ഇത് പാണ് നമുക്ക് രണ്ടുപേർക്കും ഒരു മരണം ഉറപ്പാ. ഞാൻ ഇതിൽ തന്നെ ചാടിച്ചാ. ഈ പുഴയിലാണ് ഇവൻ ചാടിച്ചാന്ന് പറഞ്ഞതാ. സ്വിഫ്റ്റ് ഡിസയർ എങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? എന്താ വണ്ടി ലെഫ്റ്റിലടാ. കേറാൻ പറ്റുമോ? എന്താ അത് വാങ്ങിക്കും. മറ്റേ സാധനം വേണ്ട. നിനക്ക് പ്യുവർ പഞ്ചസാര ടേസ്റ്റ് അല്ല, ഒരു ലൈറ്റ് ടേസ്റ്റ്. മധുരം കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് പഞ്ചസാരയുടെ ആ ഒരു ഇതല്ല. അല്ല ഇതിന് വേറെ ടേസ്റ്റ് ഒന്നും പറയാനില്ലല്ലോ. ഇതേ ടേസ്റ്റ് തന്നെ വരുന്നത്. ഇപ്പൊ നീ കഴിച്ചപ്പോ ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റ് തന്നെയാണ് ആ സാധനത്തിന് വരുന്നത്, മധുരത്തിന് വരാം. ഓക്കെ, മധുരത്തിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഷുഗർ പേഷ്യൻസിനൊക്കെ മധുര തുളസി. ആ വയനാട് വരുമ്പോ എല്ലാരും കടയിൽ കയറണം. ഒന്ന് അഡ്രസ് പറഞ്ഞ കേട്ടാ. എൻ്റെത് ഷോപ്പുള്ളത് വൈത്തിരിയാണ്, നമ്മൾ ഇന്ത്യ ഗേറ്റ് റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത്. ഓക്കെ, ഗാന്ധി ഗ്രാമം. ഗാന്ധിഗ്രാം ഷോപ്പ്. നല്ല കുറെ ഐറ്റംസ് ഉണ്ട്, എല്ലാരും കയറി ട്രൈ ചെയ്ത് നോക്കിയോ. ഓക്കെ, മലയിലെ ക്രീമോ കാണിച്ചേ, സാധനം കാണിച്ചേ.
അടിച്ച് കോൺ തെറ്റിയിരിക്കാൻ. ഇതിന്റെ തൈലത്തിന്റെ പേരാ ഉള്ളിത്തൈലം. വെളുത്തുള്ളി ഇതുണ്ടല്ലോ, കാട്ടുള്ളിത്തൈലം. ഉള്ളി ഒന്നും ആയില്ല. ഏടാ അടിക്കടിക്ക ഇവരോട് ഇവര് എടാ എടാ ടോണിക്കോട് എടാ ടോണിക്ക് ടോണിക്ക് അവ ശ്വാസം പിടിച്ചിരിക്കും. ഇനി ആന്റിക്കുറ്റി വേണം. എക്സ്പ്രഷൻ കിട്ടിയില്ലടാ. അവക്ക് കാട്ടുള്ളി പറ്റത്തില്ല, ആന്റിക്കുറ്റി പറ്റില്ല. ഓ ഇതടിച്ചപ്പോ അതിന്റെ വളം കിട്ടി. ഞാൻ ഇറങ്ങാം, എല്ലാത്തവരും കൂടെ കിടന്ന് ഉറങ്ങാം. അതാ ഉദ്ദേശിച്ചത്. ഉറക്കമില്ല ഉറക്കമില്ല. ഇവിടെ എന്തിനാണ് ഇവിടെ ഉറങ്ങുന്നത്? എന്തിനാണ് വൻ പ്ലാനിങ് ആണ് ഗൈസ്, വൻ പ്ലാൻ. യൂട്യൂബിലിടാ. ഇപ്പോഴും വേണമെന്നില്ല, വേണേ കഴിച്ചല്ലേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നോ. ആ 10 മിനിറ്റ് ചീട്ടെടുക്ക്. അടുക്കളയിലുണ്ട്. അടുക്കളയില് ഇവിടെ ഇവിടെ അടുക്കളയില് 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 ഷെൽഫില് ഷെൽഫില്. നിങ്ങൾ കുളിക്കാൻ പോയതല്ലേ ഇപ്പൊ? ഇപ്പൊ കുളിക്കണ്ട, ചീട്ട് കളിച്ചിട്ട് കുളിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ഈ എടാ ഒരു കാര്യം ചെയ്യും, മമ്മീനെ വിളിക്കാം. മിക്സ് ആക്കണ്ട, ഒരു കളി കണ്ടാൽ മതി. മമ്മി പെട്ടെന്ന് വിളിക്കാം. ബാക്കിയുള്ള കാച്ചിന്റെ ഇനി ഞാനൊരു കാര്യം പറയണ്ടേ? ഞാനാണ് അതെ അവളുടെ ഇത് കൊള്ളാം. ഇതന്നെ തുണി വെക്കരുത്. എടി മുടി അഴിച്ചിട്ട് ഫോട്ടോ എടുത്തരാം. എടി മുടി അഴിച്ചിട്ട് ഫോട്ടോ എടുത്തരാം. ഇച്ചിരി ഇങ്ങോട്ട് വരികയാണ് പ്രത്യേകതര തൊപ്പി കാണിക്കാൻ. സൈക്കിളിൽ നിന്ന് വീഴാൻ പോവുകയാണ്. കിളിക്കുഞ്ഞും മറ്റേ ഇതൊക്കെ ചാടി വരും. ഫോട്ടോ എടുത്തരാന്ന് സൈക്കിളിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും കേട്ടോ. കീറുവേ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ല. ആ അങ്ങനെ നല്ല വീഡിയോ ബ്രേക്കില്ലാട്ടോ എന്നെ വണ്ടി. ചവിട്ടിക്കോ ചവിട്ടിക്കോ ചവിട്ടങ്ങോ. സൈക്കിൾ കാറ്റില്ല. അവള് വീഴുന്ന ഒരു വീഡിയോ കിട്ടൂലായിരുന്നു. നിങ്ങളെ പോലെ ഒന്നല്ല, തൊട്ട ഹോസ്പിറ്റലാവും. നീ ചെരുപ്പിട്ടിട്ടോ ചോട്ടിക്കോ. കാറ്റില്ലാത്ത റോഡ് മാത്രമേ ഫോട്ടോ എടുക്കാനാണ്. അല്ല
പുരുഷന് യുദ്ധമൊന്നുമില്ലേ? മതി മതി മെമ്മറിയിൽ ഒന്നാണ് നീ എന്തിനാ ഇത്ര വിഷമം എടുക്കുന്നേ? വീഴുന്നൊരു ഇത് കിട്ടാൻ വേണ്ടി. ആ ആ ആ ആ അങ്ങനെ തന്നെ ആ ആ ആ ആ ആ എന്നാടാ വയ്യ നിനക്ക്? ക്ഷീണോടാ. സബിന് വയ്യ, എന്നാ ചെയ്യാ? അൻസൊക്കെ നാളത്തെ താരം. മറ്റേ സ്പീക്കർ എടുക്കാനാണോ? ചെറുതുണ്ടോ? ചെറുതുണ്ടോ? അതെവിടെ? അന്റെ ഷൂ ആ എന്തായാലും പറഞ്ഞോ. പറ പറ. ഗൈസ്, ഞങ്ങളിപ്പോൾ വയനാടാണ്. വയനാട്ടിലെ വൈത്തിരിയിലാണ്. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ ഇവനാണ് ഞങ്ങളെ കൊണ്ടുവന്ന് ഈ നീല ബനിയൻ ഇട്ടവൻ. ഓടി ഓടി ചാടി. ഇത് വഴി നിർത്തിയതാ. 10 രൂപ. 10 രൂപ 10 രൂപ 10 രൂപ. അല്ല, അയ്യോ, അത് നിനക്ക് ഭയങ്കര വലിയ വില കൊടുക്കേണ്ടി വരും. ആലോചിക്കാൻ നിന്നെ തന്നെ എന്നാ പിന്നെ 1 ലക്ഷത്തിന് എന്നാ പിന്നെ ഞാൻ വിൽക്കുന്നില്ല. മണത്തോക്കി സാധനം ഉണ്ട്. പിക്കാവ് നീ ഞാനൊന്ന് നോക്കട്ടെ. പൊട്ടിച്ചോട്ടെ. ഈ ചേട്ടൻ വഴക്ക് പറയോ? കുപ്പിച്ചില്ല റിസോർട്ടിൽ വന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ വഴക്ക് പറയോ? വെള്ളം എന്താണ്ടൊക്കെ ഇതിനകത്ത് റമ്മായിരുന്നു. വെള്ളക്കളറിലെ പച്ചവെള്ളം അതുവരെ അവള് പിടിച്ച്. അതാണ് അൻസു. അവൻ കുറ്റം സമ്മതിച്ചു. ഇറങ്ങി വാടാ ഇവിടെ. ക്യാമറ ഓൺ. ആ ഓണായി ഓണായി. എന്താണ് പറയാനുള്ളത്? 2 വാക്ക് പറയൂ. മഴ പെയ്യുമ്പോ അത് ഈ ക്രെറ്റയുടെ മാത്രം പ്രത്യേകത. ഈ ക്രെറ്റയ്ക്ക് മാത്രം മഴ പെയ്യുമ്പോ തനി അടയും അല്ലേ? അതെ, മഴ പെയ്യുന്നു. ഏതിലോ കേറി വന്നപ്പോ ഈ വണ്ടിയുടെ ആ സ്വിച്ച് കംപ്ലൈന്റ്. ജിസ്നയ്ക്ക് എവിടെ എടുക്കും ക്രെറ്റ? അല്ല, ഞാൻ സൺഷെയ്ഡിന്റെ ഇതിന്റെ മേളില് വ്യത്യാസമുണ്ട്. സൺറൂഫ് സൺഷെയ്ഡ്. അത് ജിസ്നയുടെ വണ്ടിയിലും ഇല്ലേ? നെക്സോണിലോ? അത് സോണിലുണ്ടാവും. പക്ഷെ ടെക്നോളജി ടെക്നോളജി അല്ല, മഴ പെയ്യുമ്പോ ടെക്നോളജിയാ. മഴ പെയ്തപ്പോ നിനക്ക് കേട്ടത് നിന്റെ കാലിൽ ഒരാൾ വാരി താഴെ ഇടുന്നു. ഇതാണ് സംഭവിച്ചത്. അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. എടാ നീയല്ലേ വീട് തുറന്ന്? കേക്കണില്ല. ഞങ്ങളിനി പോകുന്നത് വയനാട്ടിൽ വൈത്തിരിയിലുള്ള എന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഗവൺമെൻറ് തന്നെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നമുക്ക് അടുത്ത പാർട്ടിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി എന്നൂരിലെ നല്ല കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. നന്ദി.